ചേട്ടാ 2017 ഡിസംബർ 13 കാസർഗോഡ് ജില്ലയിലെ ചീമേനി പുലിയന്നൂരിൽ റിട്ടയേർഡ് പ്രഥമാധ്യാപികയായിരുന്ന 65 വയസ്സുകാരിയായ ജാനകി ടീച്ചറെ അർദ്ധരാത്രി 9:30 വീട്ടിൽ കയറിയ അക്രമി സംഘം ക്രൂരമായി കൊലപ്പെടുത്തി. ഏകദേശം 95,000 രൂപയും 17 പവനോളം കവർ ചെയ്യപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. ഈ പ്രതികൾ ഈ ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നതാണ് ഈ ക്രൂരത സമാനതകൾ ഇല്ലാതാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ കാസർഗോഡ് ചീമേനിക്ക് അടുത്ത് പുലിയന്നൂർ എന്ന് പറയുന്ന ഗ്രാമമാണിത്. അവിടുത്തെ ഈ പറയുന്ന അധ്യാപക ദമ്പതികളാണ് ഈ ജാനകി ടീച്ചറും കൃഷ്ണൻ മാഷും. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഒരു ദിവസം രാത്രി, അതായത് ഡിസംബർ 13 രാത്രി ചീമേനി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ചെന്നു. ഈ ഫോൺ കോളിൽ സംസാരിച്ചത് കൃഷ്ണൻ മാഷായിരുന്നു. അദ്ദേഹം വളരെ ഇടർച്ചയോടെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ഇത് ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കളത്തേഴ് വീട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത്. എന്നെയും എൻ്റെ ഭാര്യയെയും 3 പേര് ചേർന്ന് വീട്ടിൽ ആക്രമിച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. എത്രയും വേഗം വന്ന് രക്ഷിക്കണമെന്ന്. സമീപവാസികൾ ആരും അവിടെ ഇല്ല. പുലിയന്നൂരിൽ അന്ന് ഉത്സവമാണ്, ആ സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ തന്നെ ആ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ അക്രമ സംഭവം അരങ്ങേറുന്നത്. ചീമേനി പോലീസ് പാഞ്ഞെത്തി വന്ന് നോക്കുമ്പോൾ കൃഷ്ണൻ മാഷ് ഏതാണ്ട് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ജാനകി ടീച്ചർ മരണപ്പെട്ട് കഴിഞ്ഞു. ബെഡ്റൂമിന് അടുത്താണ് അവർ മരണപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ മാഷെ അപ്പോൾ തന്നെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ചെയ്യാനുള്ള ഏർപ്പാട് പോലീസ് അറേഞ്ച് ചെയ്തു. അപ്പോഴത്തേക്ക് നാടാകെ പരന്നു ഈ കഥ. ഇപ്പോൾ കൃഷ്ണൻ മാഷ് ആരോഗ്യസ്ഥിതി ശരിയായി വരവേ അദ്ദേഹം പോലീസിനൊരു മൊഴി നൽകി. വന്നത് 3 പേരാണ്. മുഖം മൂടി ധരിച്ചാണ് അവരെത്തിയത്. എത്തിയവർ ഹിന്ദിയാണ് സംസാരിച്ചത് എന്നായിരുന്നു കൃഷ്ണൻ മാഷുടെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിലാകെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. അതായത് കാസർഗോഡ് ജില്ലയിൽ പുറത്തു നിന്ന് വന്ന് ജോലി ചെയ്യുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്ത ഉത്തരേന്ത്യക്കാർ, ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. ഇത് വ്യാപകമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടും ഇതിനൊരു ഉത്തരം കിട്ടുവാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസ് ഈ ആയുധം കണ്ടെത്തുവാൻ, എന്തായാലും കൊലയാളി ആയുധം കൊണ്ടുപോയി കാണില്ല എന്നൊരു ധാരണ പോലീസിന് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപത്തെ കുളങ്ങൾ, പുഴ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഒഴിഞ്ഞ മേഖലകളെല്ലാം തന്നെ അരിച്ചു പറക്കി ആയുധം കണ്ടെത്തുവാൻ വേണ്ടി. ആയുധം കണ്ടെത്തുകയിൽ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് കൂടുതലൊരു അന്വേഷണത്തിലേക്ക് ചീമേനി പോലീസിന് കടക്കാൻ സാധിക്കും. നമ്മുടെ KG സൈമണാണ്, അദ്ദേഹമാണെന്ന് കാസർഗോഡ് SP. അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു അന്ന് ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ ഈ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. പക്ഷേ ഒരു ക്ലൂവും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് യാതൊരു ക്ലൂവും ഇല്ല. ഉത്തരേന്ത്യക്കാരുടെ ക്യാമ്പുകളൊക്കെ തന്നെ പോലീസ് അരിച്ചു പറക്കി റെയ്ഡായിരുന്നു പോലീസ് നടത്തിയത്. ഈ സമയം മുതൽ ഇങ്ങോട്ട് വ്യാപകമായിട്ട്, അതായത് 2017 ഡിസംബർ 13 ശേഷം ഇങ്ങോട്ട് വ്യാപകമായിട്ടുള്ള റെയ്ഡ് 2018 ജാനുവരി, 2018 ഫെബ്രുവരി ഈ മാസങ്ങളിലൊക്കെ തന്നെ പോലീസ് കയറി നിരങ്ങുകയായിരുന്നു. കാര്യം വലിയ പ്രതിഷേധം. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം പ്രതികളെ പിടിക്കുന്നില്ല എന്നായതോടുകൂടി അവിടെ പൗരസമിതി ഇത് രൂപീകരിച്ചു. കാരണം കൃഷ്ണൻ മാഷി വളരെ പ്രിയപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ജാനകി ടീച്ചർ ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്ത ഒട്ടനവധി വിദ്യാർത്ഥികൾ ആ സ്ഥലത്തുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ വരെ ജാനകി ടീച്ചറുടെ വിദ്യാർത്ഥികളാണ്. കാര്യം പുലിയന്നൂർ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപികയായിരുന്നു, പ്രഥമാധ്യാപികയായിരുന്നു ജാനകി ടീച്ചർ. അപ്പോൾ അവിടുത്തെ ഒരു മേഖലയിലെ ഒട്ടനവധി ആളുകളെ ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു ടീച്ചർ, ആ ടീച്ചർക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ സംഭവം ആകെ ആളിപ്പടർന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം നിൽക്കാതെ ഇതിങ്ങ് തലസ്ഥാനത്തേക്ക് വന്നു. ഈ സംഭവത്തിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ തലസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരെ പ്രതിഷേധം അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാർ 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ഈ പ്രതികളെ പിടികൂടുന്നതിന്, പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരുന്നവർക്ക് 2 ലക്ഷം രൂപ. അതിൻ്റെ വാഗ്ദാനം ഇതായിരുന്നു, പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരണം, വിവരങ്ങൾ തരുന്ന ആളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും പരസ്യപ്പെടുത്തില്ല, അതൊന്നും തന്നെ പുറത്തേക്ക് വിടില്ല, രഹസ്യമായി തന്നെ ഇതിൻ്റെ സംഭവം ഓപ്പറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പോലീസ് ഒരു നമ്പർ വരെ പ്രഖ്യാപിച്ചു. അതായത്
രഹസ്യമായി വിളിക്കാം, വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്ന് നമ്പർ കൊടുത്തു. അങ്ങനെ ഇരിക്കെ പോലീസ് സ്റ്റേഷനിൽ, ചീമേനി പോലീസ് സ്റ്റേഷനിൽ SI രാജഗോപാലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തി. SI രാജഗോപാലിൻ്റെ ഫോണിലേക്ക് എത്തിയ കോളിൽ വിളിച്ചത് ചീർക്കളം സ്വദേശിയായിട്ടുള്ള വിനീഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ പിതാവാണ്. ഈ വിനീഷ് എന്ന് പറയുന്നത് ഒരു കൂലിപ്പണി തൊഴിലാളിയാണ്. അയാൾ നേരത്തെ ഈ അപസ്മാരമൊക്കെ വന്നിട്ടുള്ള ആളാണ് ഈ വിനീഷ്. അപ്പോൾ വിനീഷിൻ്റെ പിതാവാണ് വിളിക്കുന്നത്. അപ്പം ഈ പിതാവ് എന്ത് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൻ്റെ പക്കൽ ഈ സമീപകാലത്തായി ധാരാളം പണം എത്തിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. അവനൊരു കൂലിപ്പണി തൊഴിലാളിയാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. അവൻ എങ്ങനെ ഈ പണം എത്തിയെന്ന് എനിക്കറിയില്ല എന്ന് പിതാവ് പോലീസിനെ അറിയിച്ചു. അതോടുകൂടി വിനീഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. വിശാഖിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കവേ വിശാഖ് എന്ത് ചെയ്താലും വിശാഖിനൊപ്പം റിനീഷ് എന്ന് പറയുന്ന ഒരു കല്ലുകെട്ട് തൊഴിലാളി, കൽപ്പണിക്കാരൻ ഉണ്ടാകാറുണ്ട്. അത് വിശാഖിൻ്റെ ബാല്യകാല സുഹൃത്താണ് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു. തുടർന്ന് ഈ പറയുന്ന റിനീഷിനെ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഈ 2 അംഗ സംഘത്തെ ഉൾപ്പെടുത്തി ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തി വരവേ പോലീസിന് ബോധ്യപ്പെട്ടു, അടുത്തിടെയായി ഇവരുടെ ഒരു സുഹൃത്ത് അയാൾ വിദേശത്ത് നിന്ന്, അരുൺകുമാർ എന്ന് പറയുന്ന ആൾ വിദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയ ഇയാൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരികെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഇവർ കണ്ണൂർ ജില്ലയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണൂരത്തെ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായി അവിടെ ജാനകി ടീച്ചറുടെ സ്വർണം എത്തിയിട്ടുണ്ട്. 17 പവൻ സ്വർണവും ഈ കടയിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു പ്രത്യേകത, ജാനകി ടീച്ചർ സ്വർണം വാങ്ങിയത് ഇവിടുന്നായിരുന്നു. ഈ സ്വർണ്ണക്കടയിൽ നിന്ന് തന്നെയാണ് ജാനകി ടീച്ചർ സ്വർണം വാങ്ങിയത്. അവിടെ നിന്നും ലഭിക്കുന്നത് അരുൺകുമാറിൻ്റെ തിരിച്ചറിയൽ രേഖയാണ്. അരുൺകുമാറിൻ്റെ തിരിച്ചറിയൽ രേഖ ലഭിച്ചു. അതായത് ഈ സ്വർണം വിൽക്കാൻ ചെന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചറിയൽ രേഖ വാങ്ങിവെച്ചു. അത് അരുൺകുമാറിൻ്റെതാണ് അവർ വാങ്ങിവെച്ചത്. അതോടുകൂടി അരുൺകുമാറിൻ്റെയും വിശാഖിൻ്റെയും അതുപോലെ റിനീഷിൻ്റെയും ഒക്കെ പങ്ക് പോലീസിന് വ്യക്തമായി. ഇവരെ 3 പേരെയും പോലീസ് എടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വിശാഖ് പറഞ്ഞു, ഇതെൻ്റെ കാമുകിയാണ് എനിക്ക് ഈ സ്വർണം നൽകിയതെന്ന്. പക്ഷേ കാമുകിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വിശാഖ് തയ്യാറായില്ല. വിശാഖ് തയ്യാറാകാത്ത ഘട്ടമെത്തിയപ്പോൾ പോലീസ് തന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്തു. വിശാഖിൻ്റെ കാമുകിയെ പോലീസ് കണ്ടുപിടിച്ചപ്പോൾ അത് വളരെ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തായാലും ഇത്രയധികം സ്വർണം വിശാഖിന് നൽകാൻ സാധിക്കില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. മാത്രമല്ല സ്വർണം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഈ പറയുന്ന ജാനകി ടീച്ചറിൻ്റെ ബന്ധുക്കൾ ഈ സ്വർണമെല്ലാം തന്നെ ജാനകി ടീച്ചറുടെ ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രതികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ പ്രതികളുടെ വലിയ പ്രത്യേകത, ഈ വിശാഖും റിനീഷുമാണ് ഈ കുളങ്ങളും പാടവുമൊക്കെ അരിച്ചു പറക്കിയപ്പോൾ നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നവർ. അതായത് ഈ ആയുധം കണ്ടെത്തുവാൻ വേണ്ടി പോലീസിന് സഹായിക്കാൻ ഇറങ്ങിയതിൽ ഈ കൂട്ടരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 700 പേരെയാണ് പോലീസ് അന്ന് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിലെ 2 പേര്, ഈ 700-ൽ 2 പേര് റിനീഷും വിശാഖുമായിരുന്നു ഈ ചോദ്യം ചെയ്തതിൽ 2 പേരായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസിന് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നു. ഇവർ പറഞ്ഞ കഥ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. അതായത് കൂലിപ്പണിക്കാരായിട്ടുള്ള തങ്ങൾ 2 പേരും, അതായത് വിശാഖും റിനീഷും, ഇങ്ങനെ സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം, അതായിരുന്നു ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ കണക്കുകൂട്ടി ജീവിക്കുന്നതിനിടെ ആ സമയത്തൊന്നും ഇവർക്ക് മോഷണമോ ഒന്നുമല്ല, എന്തെങ്കിലും തരത്തിൽ കുറച്ച് കൂലിപ്പണിയാണ്, എന്തെങ്കിലും കടത്തോ എന്തെങ്കിലും നടത്തി എന്തെങ്കിലും സാധനങ്ങൾ കടത്തിക്കൊണ്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായത് ജീവിത സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്തുക. ഇന്ന് തന്നെ ഒരു ആഗ്രഹവുമായിട്ട് ഇവർ 2 പേരും ഒരു കലിങ്കിൽ എല്ലാ ദിവസവും ഒത്തുകൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ഥലത്ത് ഒരാൾ എത്തപ്പെടുന്നത്. ഇവരുടെ പഴയ സുഹൃത്തായിട്ടുള്ള അരുൺകുമാർ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, അരുൺകുമാറും ആകെ തകർന്നാണ് വരുന്നത്. അരുൺകുമാർ ജോലി ചെയ്തിരുന്ന വിദേശത്തെ കമ്പനി തകർന്നടിഞ്ഞു, അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അരുൺകുമാർ 3 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വിസ നേടിയത്.
ആ വിസയും നേടി പോയ അരുൺകുമാറിന് ഒന്നുമാകാതെ തിരിച്ചു വരേണ്ടി വന്നു. അരുൺകുമാറും അതായത് ജോലിയില്ലാത്ത, അതായത് ജീവിത സാഹചര്യം മോശപ്പെട്ടിരിക്കുന്ന 3 ചെറുപ്പക്കാർ. അങ്ങനെ അരുൺകുമാറാണ് ഇതിൻ്റെ സ്കെച്ച് ഇടുന്നത്. അരുൺകുമാർ പറഞ്ഞു, ജാനകി ടീച്ചറുടെ വീട്ടിൽ സ്വർണമുണ്ട്, പണവുമുണ്ട്, ഇത് വലിയ വീടാണ്. അല്ല, ഈ ചീമേനി പോലൊരു പ്രദേശത്ത് ഉള്ള ഏറ്റവും ധനികരായ ഒരു പുലിയന്നൂരിലെ ഏറ്റവും ധനികരായിട്ടുള്ള ഒരു കൂട്ടരാണ് ഈ പറയുന്നത്. അതൊരു വലിയ കവുങ്ങുന്നോട്ടമാണ് ഇതിന്റെ ചുറ്റും. പ്രത്യേകിച്ച് ഒരുപാട് വീടുകളൊന്നും തൊട്ടടുത്തില്ല. ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2 നില വലിയ വീട്, 2 നില വലിയ വീടാണിത്. അപ്പോൾ ഈ വീട്ടിൽ ജാനകി ടീച്ചറും കൃഷ്ണൻ മാഷും മാത്രമാണ് ഉള്ളത്. ഈ വീട്ടിൽ കയറി കവർച്ച നമുക്ക് നടത്താം എന്നുള്ളൊരു ധാരണ ഇവരുണ്ടാക്കി. ഈ സംഭവത്തിന്, അതായത് ഈ കൊലപാതകം നടക്കുന്ന ഡിസംബർ 13 മുമ്പ് ഡിസംബർ 2 ഇവർ ഈ ഒരു അറ്റംപ്റ്റ് നടത്തി ഈ വീട്ടിൻ്റെ പരിസരത്ത് എത്തിയെങ്കിലും, പാടം കടന്നാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ പാടം കടന്നൊക്കെ ഇവർ ഇവിടെ എത്തിയെങ്കിലും കാര്യം നടന്നില്ല. കാരണം ആ സമയത്ത് അതുവഴി ആളുകൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ മടങ്ങിപ്പോയി. പിന്നീടാണ് ഈ ഉത്സവത്തിൻ്റെ ദിവസം 2ാമത്തെ സ്കെച്ച് ഇടുന്നത്. അങ്ങനെ അരുൺകുമാറും വിശാഖും റിനീഷും കൂടി ഈ സ്ഥലത്തെത്തി. റിനീഷ് ഈ സ്ഥലത്ത്, അതായത് ഇവർ വീട്ടിലേക്ക് കയറിപ്പോകുന്നു. ഇവർ കവുങ്ങുന്നോട്ടം കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നത് വരെയും റിനീഷ് പുറത്ത് നിന്നു. റോഡിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വീക്ഷിച്ചു. അരുൺകുമാറും വിശാഖും കൂടി വീടിൻ്റെ മുൻ വാതിലിന് മുന്നിലെത്തി. തുടർന്ന് ഇവർ കോളിംഗ് ബെല്ല് അമർത്തിയപ്പോൾ അകത്ത് നിന്നും ആദ്യം പുറത്തു വരുന്നത് ഈ ജാനകി ടീച്ചറാണ്. ജാനകി ടീച്ചർ വന്ന് കതക് തുറന്നതിന് തൊട്ട് പിന്നാലെ ഈ നോക്കുമ്പോൾ ഇവിടെ 2 മുഖം മൂടിയിട്ട 2 പേർ നിൽക്കുന്നു. ഇവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കടന്നു കയറുകയും ജാനകി ടീച്ചറെ ശ്വാസം മുട്ടിച്ച് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. വലിച്ചുകൊണ്ട് പോവുകയും ചെയ്ത സമയത്ത് തന്നെ ഈ റിനീഷ് ഈ വീടിനുള്ളിലേക്ക് കടന്നെത്തി. കടന്നെത്തിയപ്പോൾ കൃഷ്ണൻ മാഷി ഈ ബഹളം കേട്ട് വരികയാണ്. കൃഷ്ണൻ മാഷയും റിനീഷ് കയറിപ്പിടിച്ച് അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി. ഇദ്ദേഹത്തിനെ റിനീഷ് അടിച്ചു വീഴ്ത്തുന്ന സമയത്ത് ഈ വിശാഖിൻ്റെ മുഖംമൂടി അഴിഞ്ഞുപോയി. മുഖംമൂടിയിട്ടാണ് ഇവന്മാർ അവിടെ പോയത്. മുഖംമൂടി അഴിഞ്ഞു പോകുന്ന സമയത്ത് വിശാഖിന്, അപ്പോൾ ഈ സമയം ഈ അരുൺകുമാർ ടേപ്പ് എടുക്കുകയാണ് അതായത് ജാനകി ടീച്ചറുടെ വായിലൊട്ടിക്കാൻ. ഈ സമയത്ത് അഴിഞ്ഞു പോയപ്പോൾ ജാനകി ടീച്ചർ വിശാഖിനെ കണ്ടപ്പം ജാനകി ടീച്ചർ ചോദിച്ചു, നീയോ എന്ന് ചോദിച്ചു. അതായത് പൂർവ്വ വിദ്യാർത്ഥിയാണ്, പലപ്പോഴും നേരിൽ കാണാറുള്ളവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നേരിൽ കാണുന്നവരാണ്. നീയോ എന്ന് ചോദിച്ച സമയത്ത് ഈ അരുൺകുമാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ കഴുത്തറത്തു. ഇത് കഴുത്തറത്തത് കാണുന്ന കൃഷ്ണൻ മാഷ് ബഹളമുണ്ടാക്കിയപ്പോൾ അരുൺകുമാർ ആ കത്തി കൊണ്ട് തന്നെ ഈ കൃഷ്ണൻ മാഷിൻ്റെയും കഴുത്തറത്തു. ടീച്ചർ അപ്പോൾ തന്നെ മരണപ്പെട്ടു. തുടർന്ന് ഇവർ ആ ഉള്ളിലുണ്ടായിരുന്ന അലമാര തകർത്ത് 17 പവനും 92,000 രൂപയും കവർന്ന് അവിടെ നിന്നും കടന്നുപോയി. ഈ കടന്നു പോകുന്നതിന് ഇടയിൽ കൃഷ്ണൻ മാഷയെ കെട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച കയറ് ഇത് ഇവരെടുത്തുകൊണ്ട് പോയില്ലായിരുന്നു. ഇത് എടുത്തുകൊണ്ട് പോകാതെയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അവിടെ നിന്നും രക്ഷപ്പെട്ട ശേഷം പിന്നീട് ഇവർ നേരെ പോകുന്ന പഴയ ഇരുന്ന ആ കലുങ്കിൽ പോയിരുന്ന് ഇതെല്ലാം പങ്കുവെച്ച ശേഷം പിറ്റേന്ന് സാധാരണ നിലയിൽ ഇവർ കഴിഞ്ഞു വരികയായിരുന്നു. ഏതാണ്ട് 70 ദിവസത്തോളം പോലീസിൻ്റെ കൺമുന്നിൽ ഇവർ ഉണ്ടായിരുന്നു. പോലീസ് ഇവരെ പിടികൂടുന്നതിന് 2 ആഴ്ച മുമ്പാണ് അരുൺകുമാർ വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത്. ഈ കൃത്യത്തിന് ശേഷം ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോൺ ചെയ്യാതെ ഇങ്ങനെ കഴിയുകയായിരുന്നു ഇവർ 2 പേരും. അങ്ങനെ ഇരിക്കവെയാണ് ഈ പറയുന്ന വിശാഖിൻ്റെ പിതാവ് പോലീസിനെ വിളിക്കുകയും തൻ്റെ മകന് അനന്തമായി പണം ലഭിച്ചു എന്നുള്ള മൊഴി അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി പോലീസിന് തുമ്പായി. അങ്ങനെ ഈ 3 പേരെയും പോലീസ് വധശ്രമം, വീട്ടിലുള്ള കടന്നുകയറ്റം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. CI B ഉണ്ണികൃഷ്ണനാണ് 2400 പേജ് വരുന്ന കുറ്റപത്രം കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൻ്റെ വിധി വരുന്നത് 2022 മെയ് 30 അതിൽ 1-ാം പ്രതി വിശാഖിനും അതുപോലെ തന്നെ 3-ാം പ്രതി അരുണിനും ജീവപര്യന്തം തടവ് ശിക്ഷിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷിക്കുകയും അതുകൂടാതെ 17 വർഷം വിവിധ കുറ്റങ്ങൾക്ക്
തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അതായത് ജീവപര്യന്തമുണ്ട്, 17 വർഷം എക്സ്ട്രാ തടവുമുണ്ട്. അതും കൂടാതെ 1.25 ലക്ഷം രൂപ വെച്ച് കൃഷ്ണൻ മാഷിന് ഈ 2 പ്രതികളും കൊടുക്കണം. പക്ഷേ കൃഷ്ണൻ മാഷിൻ്റെ കുടുംബം ഈ ഒരു വിധിയിൽ തൃപ്തരായില്ല. അവർ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുകയാണ്. കൃഷ്ണൻ മാഷിൻ്റെ ബന്ധുക്കളും കുടുംബമൊക്കെ അപ്പീലിന് പോയിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് റിനീഷ് എന്ന് പറയുന്ന 2ാം പ്രതിയെ കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് റിനീഷിനെതിരായിട്ടുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് ഈ റിനീഷിനെ വെറുതെ വിട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ അവർ തൃപ്തരല്ല. അവർ അപ്പീലിന് വേണ്ടി ഇപ്പോൾ ഈ കേസ് അപ്പീലുമായി ബന്ധപ്പെട്ടത് റിനീഷിൻ്റെ കേസ് പുനർവിചാരണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അതായത് തങ്ങളെ അക്ഷരം പഠിപ്പിച്ച ഒരു ടീച്ചറെ, അധ്യാപികയെ തന്നെ കൊലപ്പെടുത്തി ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ക്രൂര മനസ്സുള്ള വിദ്യാർത്ഥികൾ, ഏറ്റവും ക്രൂര മനസ്സുള്ള വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഇത് അപൂർവമായിട്ടുള്ള കേസായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. കാരണം കേരളത്തിൽ അധ്യാപികയെ തന്നെ കൊലപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ കേസ് അത് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപൂർവമായിട്ടുള്ള കേസ്, ഇത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ സെഷൻസ് കോടതി അത് അംഗീകരിച്ചില്ല. പകരം ഇവർക്ക് ജീവപര്യന്തം കഠിന തടവിന് ഈ 2 പേരെ ശിക്ഷിച്ചു. ഒരാൾ ഈ കേസിൽ ഊരിപ്പോവുകയും ചെയ്തു. അങ്ങനെ നാടിനെ മുഴുവൻ അതോടുകൂടി വിറപ്പിച്ചു. ഏതായാലും ഈ പറയുന്ന വിശാഖ് എന്ന് പറയുന്ന ആളുടെ പിതാവാണ് ശരിക്കും ഇതിലെ ഹീറോ. നാട് മുഴുവൻ സ്വന്തം മകൻ ചെയ്ത തെറ്റുകൾ മറച്ചു പിടിച്ച് മകൻ കൊണ്ടുവന്നതിൻ്റെ പങ്ക് കൈപ്പറ്റാൻ ആ പിതാവ് ശ്രമിച്ചില്ല എന്നതാണ് ഏറ്റവും അതെ ആറ്റിങ്ങൽ കൊലപാതകം പോലെ ആറ്റിങ്ങലിലും ഇതാണ് സംഭവിച്ചത്. ആറ്റിങ്ങലിലെയും പ്രതിയെ പിടിച്ചു കൊടുത്തത് അയാളുടെ പിതാവ് തന്നെയാണ്. മകന് എതിരായി സാക്ഷി പറഞ്ഞതും പിതാവായിരുന്നു. ഇരട്ടക്കൊല അനുശാന്തിയുടെ കേസ് കാമുകന്റെ പിതാവാണ് കേസിലെ സാക്ഷിയാവുകയും വിചാരണയിൽ ഉടനീളം അദ്ദേഹം കേസിൽ സാക്ഷിയായി നിൽക്കുകയും അവസാനം വിധി വരുമ്പോൾ വരെ മകനെതിരായി സാക്ഷി പറയാൻ അദ്ദേഹം തയ്യാറായി. അപ്പോൾ ഇതാണ് കാസർഗോഡത്തെ വിദ്യാർത്ഥി ചീമേനി ജാനകി ടീച്ചർ വധം. വിദ്യാർത്ഥികൾ തന്നെ അധ്യാപികയ്ക്ക് തോന്നുന്ന കേസ്.